ഇന്ന് യുദ്ധമില്ല, യുദ്ധം അവസാനിപ്പിക്കാനാണ് തയ്യാറെടുക്കുന്നത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പ്രകാരം ഇന്നാണ് യുദ്ധം ആരംഭിക്കേണ്ടത്. എല്ലാവിധ തയ്യാറെടുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ സംവിധാന കാര്യങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞത്. ചൈനയിൽ നിന്ന് മടങ്ങിയതിനോടനുബന്ധിച്ച് ഒരു യുദ്ധ സംവിധാനം കൂടി തയ്യാറെടുത്ത് വരികയാണ് എന്നുള്ളതും വല്ലാതെ വൈകാതെ അത്തരമൊരു ആക്രമണം ഉണ്ടാവും എന്ന് പറഞ്ഞതിനോടനുബന്ധിച്ച് ഇന്നലെ തീയതി പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ട്രംപ് സംസാരിച്ചത് ഇങ്ങനെയാണ് എന്നുള്ളത്. ഇന്നത്തെ പ്രഭാതത്തോടു കൂടി ആ രീതി കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റം വന്നു. അദ്ദേഹം പറയുന്നു യുദ്ധമില്ല, പകരം യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് തങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. മധ്യസ്ഥർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് താനുമായിട്ട് ഈ സംസാരിച്ചിട്ടുണ്ട്. അതിൽ സൗദി അറേബ്യയും ഖത്തറും ഇടപെട്ടിട്ടുണ്ട്, ഒമാൻ അതോടനുബന്ധിച്ച് പിന്നീട് ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലും പല രീതിയിലും UAE ഇടപെട്ട കാര്യവും പറഞ്ഞു. ഇത്തരം രാജ്യങ്ങളും അവരുടെ ഭരണാധികാരികളും തന്നോട് നിരന്തരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് താനിപ്പോൾ ആലോചിക്കുന്നത്. 14 ഇന പുതുക്കിയ നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയുടെ കൈവശത്തിൽ എത്തിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ വഴി. ആ നിർദ്ദേശം അപ്പാടെ തന്നെ സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും പരമാവധി സ്വീകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് കാര്യം. ഉപരോധം പിൻവലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ രീതിയിൽ ഇറാൻ അമേരിക്കയോട് പറഞ്ഞത്. രാജ്യത്ത് അമേരിക്ക സ്ഥാപിച്ചെടുത്ത ഒരു വലിയ രീതിയിലുള്ള യുദ്ധത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ഉപരോധം എന്ന് പറയുന്നത്. തങ്ങളുടെ പെട്രോളിയം മറ്റ് ലോക രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന സമയത്ത് ആ രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തുക. തങ്ങളുടെ പെട്രോളിയം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകുന്ന സഹായ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു ഉപരോധ സംവിധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യമാണ്. പതിറ്റാണ്ടുകളായി തങ്ങളുടെ രാജ്യം അത് അനുഭവിക്കുന്നു. അത് എടുക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. ഇതിനോടനുബന്ധിച്ച് നഷ്ടപരിഹാര നിർദ്ദേശങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഇറാൻ പിന്മാറും എന്നുള്ള സൂചനയും അതിന് നൽകുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത് നിലവിലുള്ള യുറേനിയം റഷ്യക്ക് കൈമാറുക. റഷ്യ കൈമാറുന്നതിന് ഇറാന് വിരോധമില്ല, സ്വീകരിക്കുന്നതിന് റഷ്യക്ക് വിരോധമില്ല. 2006 കാലഘട്ടത്തിൽ ഇതിന് സമാനമായിരിക്കും സംഭവം ഉണ്ടായിട്ടുണ്ട്. യുറേനിയം എന്ത് ചെയ്തിട്ടുണ്ട്? 2016 യുറേനിയം റഷ്യക്ക് കൈമാറിയിട്ട് അങ്ങനെ ഒരു വ്യവസ്ഥ അന്നത്തെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ഈ ചൈനയും റഷ്യയും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ടുള്ള ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ കൈമാറിയതിന് ശേഷം ഇറാന് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ആ സമയത്തും വന്നതോട് കൂടിയിട്ട് പൊടും തന്നെ ഈ കരാറിൽ നിന്ന് ഒബാമയായിട്ടാണ് കരാർ ഉണ്ടാക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് കരാറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അമേരിക്ക പിന്മാറിയതോട് കൂടിയിട്ട് ഇറാൻ റഷ്യയോട് അവരുടെ ആണവായുധ സംവിധാന കാര്യങ്ങളൊക്കെ ചോദിച്ചു. റഷ്യ ആണെങ്കിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് അതിൽ നിന്ന് ഡയലൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊന്നും കൂടി വിപുലീകരിച്ചുകൊണ്ട് ആണവായുധം നിർമ്മിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ അവരുടെ കൈവശത്തിൽ ഏകദേശം 60% ഇത്തരം ആണവായുധത്തിലേക്ക് എത്തിയിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് IAEA തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ സംഭവമാണ് പറയുന്നത്. നിലവിലുള്ള യുറേനിയം റഷ്യക്ക് കൈമാറുക, മുഴുവൻ ഉപരോധങ്ങളും പൂർണ്ണമായും സ്ഥിരമായിട്ടും നീക്കുക. അത് 2 തരത്തിൽ ആ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെ അമേരിക്ക അത് പാലിക്കണം. ഹോർമുസ് നിയന്ത്രിക്കാൻ ഇറാൻ രൂപീകരിച്ച സമിതിയുടെ പ്രവർത്തനം മരവിപ്പിക്കുക എന്ന അമേരിക്കയുടെ നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിവരം അതിന് മറുപടിയായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. കാര്യം അത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, അത് തങ്ങൾ തന്നെ നിയന്ത്രിക്കും എന്നുള്ളതാണ്. ഹോർമുസിലുള്ള അമേരിക്കയുടെ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കും. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് സൈനിക നിയന്ത്രണം കൊണ്ടുവരാൻ. കാര്യം എന്ന് പറഞ്ഞാൽ ലോക വിപണിയിലേക്ക് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പെട്രോളിയത്തിൻ്റെ 1% ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നതിനാൽ ഈ മേഖലയിൽ സൈനിക സാന്നിധ്യം ഉണ്ടാകുന്ന സമയത്ത് ഭാവിയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികപരമായ രീതിയിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നിലപാട് അമേരിക്കയുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഇറാൻ പറഞ്ഞ കാര്യം ആ മേഖലയിൽ നിന്ന് അപ്പാടെ നിങ്ങൾ മാറി നിൽക്കണം. കാര്യം
ആ മേഖല നിങ്ങളുമായിട്ട് ബന്ധമില്ല, അങ്ങോട്ട് വരേണ്ട കേസുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. പിന്നെ അടുത്ത ലെബനാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ലെബനാനിലുള്ള ഇടപെടൽ, ഇസ്രായേലിൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കണം, പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. ഞങ്ങളുടെ സഖ്യ രാജ്യമാണത്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത്, അവരെ നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിട്ട് തന്നെ തങ്ങളത് പരിഗണിക്കും എന്നതിനോട് കൂടി പറഞ്ഞു. അപ്പോൾ യുദ്ധ നടപടി അവസാനിപ്പിക്കുക, മരവിച്ച ഫണ്ടുകൾ വിട്ടു നൽകുക. പല രാജ്യങ്ങളിലും അമേരിക്കയുടെ ഫണ്ടുകൾ, ഇറാൻ്റെ ഫണ്ടുകൾ കുടുങ്ങിക്കിടക്കുന്നത് ഖത്തറിൽ വരെ ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം? തിരിച്ചു നൽകണം. കാര്യം പെട്രോളിയം വിൽപ്പന നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന പണം ഈ ലോക ബാങ്ക്, ഇറാൻ്റെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ സ്റ്റേ നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ രഹസ്യമായ രീതിയിൽ പല വിൽപ്പന നടത്തുന്നു, അത് അമേരിക്ക കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? രാജ്യങ്ങളോട് പറയുന്നു പണം നൽകാൻ പാടില്ല, പണം നൽകിയാൽ നിങ്ങൾക്ക് ഉപരോധം ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് ആ രാജ്യത്ത് ഈ പണം കെട്ടിക്കിടക്കും. എന്നാലോ പെട്രോളിയം വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിനെന്ത് ചെയ്യണം? മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകുക. ഈ മരവിപ്പിച്ച ഒരുപാട് ഫണ്ടുകളുണ്ട്. ആ ഫണ്ട് മതി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സമ്മർദ്ദമാക്കാൻ, അതിന് മാത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഹോർമുസിൻ്റെ അവകാശം നമ്മൾ പറഞ്ഞു. പിന്നീട് ഇറാൻ്റെ അതിർത്തിയിലുള്ള അമേരിക്കയുടെ സൈനിക വിന്യാസം, ഇറാൻ്റെ അതിർത്തിയുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് പലതരത്തിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അമേരിക്കയുടെ നിരീക്ഷണം സംവിധാനങ്ങളുണ്ട്, അതെല്ലാം എടുക്കപ്പെടണം. വീണ്ടും ആക്രമിച്ചാൽ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം പറയുന്നത് എങ്ങനെയാണ്? ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള കപ്പലുകൾക്ക് അല്ലെങ്കിൽ ആ മേഖലയിലുള്ള സൈനിക സംവിധാനങ്ങൾക്ക് കഠിനമായ മറുപടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് നിങ്ങൾ അവരോട് പറയാം. പാകിസ്ഥാനോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, അതുകൂടി അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്രമായിരിക്കുന്ന പാത ഒരുക്കാൻ സാധ്യതയുണ്ട്. അതിൽ അവർ വാങ്ങുന്ന പണം, അത് ഇപ്പം തന്നെ ഒരു കപ്പൽ കടന്നു പോയാൽ ഇത്ര പണം വാങ്ങണം എന്നുള്ള ആ പണത്തിൽ നിന്ന് ഒരു പക്ഷേ ഇറാൻ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. ഇത് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പല ഘട്ടങ്ങളിൽ ആവർത്തിച്ചത്. അത് ഡയലൂട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവർ സൂക്ഷിക്കപ്പെട്ട അത്രയും വസ്തുക്കൾ റഷ്യക്ക് കൈമാറുന്നതോടുകൂടി പ്രധാനമായിരിക്കുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ പ്രധാനമായിരിക്കുന്ന വിഷയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കും. അത് മുൻപ് അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇപ്പോൾ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് പകരമായ രീതിയിൽ ഹോർമുസ് കടലിനെ സ്വതന്ത്ര പാതയായിട്ട് ഒരുക്കാൻ സാധ്യതകൾ പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നീങ്ങും എന്നുള്ളതാണ്. അപ്പോൾ സമ്പുഷ്ട യുറേനിയം നൽകിക്കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഉണ്ടാക്കും എന്ന് പിന്നീട് പറയേണ്ടതില്ല, കഴിഞ്ഞല്ലോ, ആ വസ്തുക്കളില്ല എന്നുള്ളത്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ചുങ്കം വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക സംസാരിക്കാൻ പാടില്ല. അത് കഠിനമായിരിക്കുന്ന രണ്ട് നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, അവരുടെ ഉപരോധം പിൻവലിക്കുക. രണ്ട്, വ്യത്യസ്ത ലോക രാജ്യങ്ങളിലുള്ള അമേരിക്ക പിടിക്കപ്പെട്ട അല്ലെ സ്റ്റേ ചെയ്യപ്പെട്ട പണം തിരിച്ചു നൽകുക. ഈ രണ്ടും ക്രോഡീകരിക്കപ്പെട്ടാൽ വലിയ തരത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക്, ഇറാന് സാധിക്കും എന്നുള്ള കൃത്യമാണ്. സാമ്പത്തികപരമായിരിക്കുന്ന വിപ്ലവം സൃഷ്ടിക്കാൻ ഇത് ധാരാളം മതി. ഇതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു പരിധിയുണ്ട്. അത് സ്ഥിരമായ രീതിയിലും കാലാകാലം നിലനിൽക്കുന്ന തരത്തിലായിരിക്കണം, താൽക്കാലികപരമായിട്ടല്ല. അതിന് 4 കൂടുതലോ രാഷ്ട്രങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അതിലൊപ്പിട്ടുകയും വേണം. അത് വെറുതെ അങ്ങനെ സംഭവിച്ചാലൊന്നും പോരാ, അങ്ങനെ ഒരു അംഗീകാരം കിട്ടണം. അത് ഔദ്യോഗികപരമായ അംഗീകാരം. എന്നിട്ട് തുടർന്ന് ഒന്നും കൂടി പറയുന്നുണ്ട്, അത് UN സഭയിൽ തങ്ങൾ അവതരിപ്പിക്കുകയും UN സഭയുടെ അംഗീകാരം വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഏകദേശം 200ഓളം രാജ്യങ്ങൾ ഇങ്ങനൊരു കരാർ വ്യവസ്ഥ ഉണ്ട് എന്ന് പറയുന്നത് UN സഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ നിന്ന് അമേരിക്ക പിന്മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും അപഹാസ്യരാകുന്ന രീതിയിലുണ്ടാവും. അപ്പോൾ ഒരു യുദ്ധം മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം ചെയ്ത പ്രശ്നമില്ലാന്ന് അവർ ഇപ്പോഴും പറയുന്നുണ്ട്. കരാർ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ പാലിക്കാതിരിക്കുകയും അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകൾ നടത്താതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യുദ്ധത്തിലേക്ക് തന്നെയാണ് എത്തുക. അത് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് ഇറാൻ അവിടെ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇതിൽ ഒരുപാട് രാഷ്ട്രീയ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഒമാനോട് തന്നെ കഴിഞ്ഞ ദിവസം ഭീഷണി സ്വരത്തിൽ തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ മേഖലയിൽ നിന്ന് ഞങ്ങൾക്ക് അക്രമം വരുന്നു, അതായത് അമേരിക്കയുടെ കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ അക്രമം വരുന്നു. അക്രമം വന്നു കഴിഞ്ഞാൽ ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടി ഏത് തരത്തിലാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ അവിടെയും ഒമാനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തടിയുരണം എന്നുള്ളത് അമേരിക്കയ്ക്ക് നിർബന്ധമാണ്. ഒരു തരത്തിലും അതിജീവിക്കാൻ സാധിക്കാത്ത വിധമാണ്. അപ്പോൾ ഇറാന് മുൻപിൽ
കീഴടങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥകൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.